ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നെല്ലു ബാങ്കിങ് എക്സ്പോ യൂട്യൂബ് ചാനൽ. ബാങ്ക് എക്സാംസിന്റെ ഡീറ്റെയിൽസിനെ പറ്റി കുറച്ചും കൂടെ അറിഞ്ഞാലോ? ബാങ്ക് എക്സാംസിന് വേണ്ടി 5 സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ. ഈ 5ന്റെ ഡീറ്റെയിൽ സിലബസിനെ കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ബാങ്ക് എക്സാംസ് ഉണ്ടെന്ന് നോക്കിയാലോ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന എക്സാംസ് ഉണ്ട്. പിന്നെ SBIയുടെ എക്സാംസ് SBI തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ IBPS നടത്തുന്ന എക്സാംസ് 2 ടൈപ്പ് ബാങ്കിന്റെ എക്സാംസ് ആണ് നടത്തുന്നത്. ഒന്ന് റീജിയണൽ റൂറൽ ബാങ്കും ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്ക്സും. ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ SBI ഉൾപ്പെടെ ബാക്കിയുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ എക്സാംസ് ആണ് IBPS നടത്തുന്നത്. അതൊരു കോമൺ എക്സാം ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അത് നമുക്ക് റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാംസിനെ കുറിച്ച് അറിഞ്ഞാലോ? റീജിയണൽ റൂറൽ ബാങ്ക്സിന്റെ 2 പോസ്റ്റിലേക്കാണ് IBPS എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ഓഫീസ് അസിസ്റ്റന്റും ഒന്ന് പ്രൊബേഷണറി ഓഫീസർ. ഒരു ഇയറിലെ ആദ്യത്തെ ബാങ്ക് എക്സാം എന്ന് പറയുന്നത് ഈ റീജിയണൽ റൂറൽ ബാങ്ക്സിലൂടെ നടത്തുന്ന എക്സാം ആയിരിക്കും. RRBയിലെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലർക്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ ക്ലർക്ക് കാറ്റഗറിയിലെ എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞാൽ ജനറലി 2 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് പ്രിലിംസും ഒന്ന് മെയിൻസും. ഇനി PO കാറ്റഗറിയിലെ എക്സാംസിന് 3 സ്റ്റെപ്പ് ഉണ്ട്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഉണ്ട്. ഇനി നമുക്ക് ബാങ്ക് എക്സാംസിന്റെ എക്സാം പാറ്റേൺ നോക്കാം. ആദ്യം റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഓഫീസ് അസിസ്റ്റന്റ്. അതിലെ ആദ്യം പറയുന്നത് പോലെ ഒരു പ്രിലിംസ് ഉണ്ടായിരിക്കും. പ്രിലിംസിൽ ചോദിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് എബിലിറ്റി ആയിരിക്കും. റിലേറ്റീവ് ടൈം 45 മിനിറ്റ്സ് ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻസും റീസണിംഗ് എബിലിറ്റിയിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക് ഓഫീസ് അസിസ്റ്റന്റിൽ സെഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും, ഓവറോൾ ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ഇതിന്റെ മെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് റീസണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഒരു ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ. ഇതിന്റെ ക്വസ്റ്റ്യൻസും മാർക്സും ഇവിടെ ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു ക്യുമുലേറ്റീവ് ടൈം ആണുള്ളത് 2 hours. ഇനി RRB PO എക്സാംസിന്റെ പാറ്റേൺ നോക്കാം. RRB PO എക്സാമിന്റെ മെയിൻസും പ്രിലിംസും നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റിന്റെ എക്സാമിന് സെയിം ആയിരിക്കും. പിന്നെ ഇതിലൊരു എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ ഇന്റർവ്യൂ ആയിരിക്കും. ഇന്റർവ്യൂവിൽ എടുക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ മെയിൻസിന്റെ 80% ഇന്റർവ്യൂവിൽ 20% ചേർത്തിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത് IBPS നടത്തുന്ന SBI ഒഴിച്ചിട്ടുള്ള ബാക്കി പബ്ലിക് സെക്ടർ ബാങ്ക്സിലേക്ക് നടത്തുന്ന ക്ലർക്കും POയുടെ എക്സാം ആയിരിക്കും. അതൊരു കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. ഈ ക്ലർക്കിലും POയിലും സെഷണൽ കട്ട് ഓഫ് ഉണ്ട്, ഓവറോൾ കട്ട് ഓഫ് ഉണ്ട്, അതേപോലെ സെഷണൽ ടൈമിംഗ് ഉണ്ട്. ഇതിൽ നമ്മൾ ഏത് പറഞ്ഞ 2 സ്റ്റെപ്പ് ഉണ്ട്. പ്രിലിംസും മെയിൻസും, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഇംഗ്ലീഷ് 30 മാർക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35, റീസണിംഗ് 35. സെഷണൽ കട്ട് ഓഫ് ഉണ്ട്. ഓരോ സെഷനും 20 മിനിറ്റ്സ് വെച്ചിട്ടാണ്. ടോട്ടൽ ടൈം 1 hour. മെയിൻസ് വരുമ്പോഴത്തേക്കും അതിൽ റീസണിംഗ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ജനറൽ അവയർനെസ് കൂടെ വരും. 190 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 200 മാർക്സിന്. 160 മിനിറ്റ്സ് ആണ് ടോട്ടൽ ടൈം. സെഷണൽ ടൈമിംഗ് ഉണ്ട്. ഇനി IBPSന്റെ POയുടെ എക്സാം പാറ്റേൺ നോക്കാം. പ്രിലിംസ് സെയിം ആണ്. മെയിൻസിൽ വരുമ്പോഴത്തേക്കും റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, പിന്നെ ജനറൽ അവയർനെസ്. ഈ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ്. പിന്നെ റീസണിംഗിലും ഇംഗ്ലീഷിലും 2 സെക്ഷൻ ഉണ്ടായിരിക്കും. ഒരു മാർക്കിന്റെ ഒരു സെക്ഷനും 2 മാർക്കിന്റെ ഒരു സെക്ഷനും കൂടെ. ടോട്ടൽ 155 ക്വസ്റ്റ്യൻസ് ആണ്. 200 മാർക്സിന്. ടോട്ടൽ ടൈം 180 മിനിറ്റ്സ് ആണ്. ഒരു സെഷണൽ ടൈമും ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗും കൂടെ വരുന്നുണ്ട്. മീൻസിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിൽ മെയിൻലി ചോദിക്കുന്നത് ഒരു ലെറ്ററും ഒരു എസ്സേ ആയിരിക്കും. 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം നമ്മൾ. 25 മാർക്കാണ്. 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ മീൻസ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 hours 30 മിനിറ്റ്സ് ആയിരിക്കും. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ. റീജിയണൽ റൂറൽ ബാങ്ക്സിൽ പറഞ്ഞതുപോലെ മെയിൻസിന്റെ 80%, ഇന്റർവ്യൂടെ 20% കൂടെ ചേർത്തിട്ടായിരിക്കും ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എക്സാം എന്ന് പറയുന്നത് SBIയിലോട്ട് നടത്തുന്ന ക്ലർക്കും POയുടെ എക്സാംസ് ആണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ സെഷണൽ കട്ട് ഓഫ് ഇല്ല, പക്ഷേ സെഷണൽ ടൈമിംഗ് ഉണ്ട്. SBI ക്ലർക്കില് പ്രിലിംസും മെയിൻസും, SBI POയില് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. 2ന്റെ പ്രിലിംസിൽ ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, സെഷണൽ ടൈമിംഗ് ഉണ്ട്, പക്ഷേ സെഷണൽ കട്ട് ഓഫ് ഇല്ല. ഈ ക്ലർക്കിന്റെ മെയിൻസ് എക്സാം പാറ്റേൺ നോക്കാം. അതിൽ ചോദിക്കുന്ന സബ്ജക്ട്സ് ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ജനറൽ അവയർനെസ്. 190 ക്വസ്റ്റ്യൻസ്, 200 മാർക്സിനാണ് ചോദിക്കുന്നത്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2 hours 40 മിനിറ്റ്സ്. ഇവിടെ സെഷണൽ ടൈമും ഉണ്ട്. ഇനി POയുടെ കേസിലെ മീൻസിൽ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഡേറ്റ അനാലിസിസ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്. 155 ക്വസ്റ്റ്യൻസ് ഫോർ 200 മാർക്സ്. ഇവിടെ സെഷണൽ ടൈം ഉണ്ട്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. പിന്നെ ഇതിന്റെ കൂടെ PO ആയതുകൊണ്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിന്റെ ഒരു ലെറ്ററും ഒരു എസ്സേ. അങ്ങനെ 2 ക്വസ്റ്റ്യൻ 50 മാർക്സ് ആണ്. ടൈം 30 മിനിറ്റ്സ്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours 30 മിനിറ്റ്സ് ആണ്. അടുത്ത വരുന്ന ടൈപ്പ് ഓഫ് ബാങ്ക് എക്സാം എന്ന് പറയുന്നത് RBI നടത്തുന്ന അസിസ്റ്റന്റ് എക്സാം ആണ്. അതിൽ സെഷണൽ കട്ട് ഓഫ് ഉണ്ട്, സെഷണൽ ടൈമിംഗ് ഉണ്ട്, ഓവറോൾ കട്ട് ഓഫ് ഉണ്ട്. ഇത് 3 സ്റ്റെപ്പായിട്ടാണ് നടത്തുന്നത്. പ്രിലിംസ്, മെയിൻസ്, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ അത് പ്രിലിംസിൽ വരുന്നത്. പ്രിലിംസിൽ 3 സബ്ജക്ട് ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്. 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ്, 1 hour. ഇനി മെയിൻസിൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, കമ്പ്യൂട്ടർ, GE. 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്സ്, 135 മിനിറ്റ്സ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആണ്. അത് നമ്മൾ ഏത് RBIയിലോട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ഇത് 3 കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മേജർലി ഒരു ഇയറിൽ നടക്കുന്ന ബാങ്ക് എക്സാംസിന്റെ ഡീറ്റെയിൽസ്.
ഇനി നമുക്ക് ഒരു ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ അറിഞ്ഞിരിക്കേണ്ട അതിന്റെ സിലബസ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.